അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 4-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ പിന്നീട് ഇർജിഅ് തിരിച്ചു കൊണ്ടുവരിക, അൽ ബസർ ദൃഷ്ടിയെ, കറത്തൈൻ 2 തവണ, യൻഖലിബ് തിരികെ വരും, ഇലൈക്ക നിന്നിലേക്ക്, അൽ ബസർ ദൃഷ്ടി, ഖാസിഅൻ നിന്ദ്യമായിട്ട്, വഹുവ അതാകട്ടെ, ഹസീർ തളർന്നതുമാണ്. ആകാശത്തിലെ സൃഷ്ടിപ്പിനെക്കുറിച്ച് കണ്ണോടിക്കാൻ 3-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു ആവശ്യപ്പെടുകയും വെല്ലുവിളി നടത്തുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയാണിത്. അതേ വെല്ലുവിളി ഒന്നുകൂടി ശക്തമായി അള്ളാഹു പറയുകയാണ്, പിന്നെയും നീ ആവർത്തിച്ച് നോക്കുക, എന്തെങ്കിലും വിടവോ കുറവോ ന്യൂനതയോ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൽ ഉണ്ടോ എന്ന്. നിൻ്റെ കണ്ണ് നിന്ദ്യമായി ക്ഷീണിച്ച് നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും. കറത്തൈനി എന്നാൽ വീണ്ടും വീണ്ടും നോക്കുക എന്നാണ് അർത്ഥം, 2 തവണ എന്നല്ല. ഒരു മനുഷ്യൻ ഒരു വസ്തുവിലേക്ക് ഒരിക്കൽ നോക്കുമ്പോൾ അതിലെ കുറവുകൾ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വരില്ല. എന്നാൽ 2-മതും 3-മതും ആവർത്തിച്ച് നോക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെടും വല്ല കുറവുകളുമുണ്ടെങ്കിൽ. അങ്ങനെ എങ്ങനെ നോക്കിയാലും എത്ര തവണ നോക്കിയാലും ഒരു പിഴവും കണ്ടെത്താൻ കഴിയില്ല എന്ന വെല്ലുവിളിയാണ് ഇത്. നോക്കുന്ന കണ്ണ് ഹാസ്യ നിന്ദ്യമായ അവസ്ഥയിൽ നിരാശപ്പെട്ട് മടങ്ങി വരും. നിസ്സാരമായ അവസ്ഥയിൽ കണ്ണ് തിരിച്ചു വരും. ഹസീർ തളർച്ചയോടെ, അവശതയോടെ ആകാശത്തിൻ്റെ അറ്റമില്ലാത്ത വിശാലതയിലേക്കും അതിൻ്റെ കുറ്റമറ്റ ഘടനയിലേക്കും നോക്കി തളർന്നു പോകുന്ന കണ്ണ്. ആവർത്തിച്ചു പരിശോധിച്ച ശേഷം കണ്ണിൻ്റെ കാഴ്ചശക്തി മങ്ങുമെന്നല്ലാതെ പ്രപഞ്ചത്തിൽ ഒരപാകതയും കണ്ടെത്താൻ ഒരിക്കലും സാധ്യമാവുകയില്ല. അതോടൊപ്പം ശരിയാം വിധം ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവെ ഈ സൃഷ്ടിപ്പിലൂടെ കണ്ടെത്താൻ കഴിയും. എത്രത്തോളം ശാസ്ത്രീയമായും ചിന്താപരമായും പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും മഹത്വത്തെയും കണ്ടെത്തുകയാണ് ഓരോ ചിന്തിക്കുന്ന വ്യക്തിയും ചെയ്യുക. കർത്താവിൻ്റെ രഹസ്യങ്ങൾ പൂർണ്ണമായി കണ്ടെത്താൻ കഴിയാതെ നിസ്സഹായമായി കണ്ണ് ഹാസിയായി മടങ്ങി വരും എന്നതിന് തിരഞ്ഞത് കണ്ടെത്താനാകാത്ത ഒരാളുടെ നിരാശ എന്ന വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു പിഴവ് കണ്ടെത്താൻ വേണ്ടി, എന്നിട്ട് സൃഷ്ടിപ്പിനെ വിമർശിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിഷേധി എത്ര തന്നെ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൽ കുറവുകൾ ചികഞ്ഞാലും ഹാസ്യ അത് നിരാശമായിട്ടായിരിക്കും വരിക. ഹസീർ എന്നതിന് ദൂരെയുള്ള വസ്തുക്കളെ നോക്കി കണ്ണുകൾ തളർന്നു പോകുന്ന അവസ്ഥയാണ് എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആകാശം എത്രത്തോളം വിസ്തൃതമാണെന്നും അതിലേക്ക് നോക്കുന്നത് തന്നെ മനുഷ്യൻ്റെ പരിമിതിയെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് എന്നും ആ വിശദീകരണത്തിൻ്റെ തുടർച്ചയിൽ പറയപ്പെട്ടിട്ടുമുണ്ട്. 3-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്ക് ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. 4-ാമത്തെ ആയത്തിൽ പിന്നീട് അത് ആവർത്തിക്കാൻ പറഞ്ഞു. 2-ാമത്തെ നോട്ടം അഥവാ ആവർത്തനം ആദ്യ നോട്ടത്തിൽ വല്ലതും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനാണ്. ആ ആവർത്തനം എത്ര തന്നെ കൂടിയാലും 3ഉം 4ഉം എത്ര അധികമായാലും പ്രപഞ്ചത്തിൻ്റെ സ്ട്രക്ചറിൽ ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്ന് മാത്രവുമല്ല, ആകെ കണ്ടെത്തുക അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും മഹത്വത്തെയുമാണ്. സൃഷ്ടിപ്പിലെ കുറവുകൾ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ട് അഥവാ ഹാസി ആയി ആവർത്തിച്ചുള്ള പരിശോധനകൾക്ക് ശേഷം കണ്ണ് തളർന്ന് അഥവാ ഹസീറായി തിരിച്ചു വരുന്ന ഒരു വ്യക്തി ചിന്താശീലനാണെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും ആ സൃഷ്ടിപ്പിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുകയും റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, നാഥ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറയുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ പൂർണ്ണമായി വിനയാന്വിതനാവുകയും ചെയ്യും എന്നതാണ് ഈ നോട്ടത്തിലൂടെ സംഭവിക്കുക. അങ്ങനെ മനുഷ്യനെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും മഹത്വത്തിലേക്കും എത്തിക്കുന്ന നോട്ടമാണ്, ചിന്തയെ തൊട്ടുണർത്തുന്ന നോട്ടമാണ്,
ഓരോ വ്യക്തിക്കും ഉണ്ടാവേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചതും ചിന്തിക്കാനും ചിന്തിച്ച് കണ്ടെത്താനുമാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ.